എന്തിനാ അർജന്റായിട്ട് വിളിച്ചു വരുത്തിയത്? ഇന്നലെ ബർത്ത്ഡേ കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ. നാളെ നമ്മുടെ എൻഗേജ്മെന്റാ. ഒരുപാട് കാര്യങ്ങൾ റെഡി ആവാനുണ്ട്. അതൊക്കെ മാറ്റി വെച്ചിട്ട് എന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചു? നിനക്ക് എന്താ തലയ്ക്ക് ബുദ്ധിയില്ലേ? നിന്നോട് ഞാൻ ചോദിക്കുന്നത്. നീ നിന്റെ വായു അടച്ചു വെക്കോ? എനിക്കൊന്ന് സംസാരിക്കണ്ടേ? ഒരു 5 മിനിറ്റ് സൈലന്റ് ആയിട്ട് അവിടെ നിൽക്ക്. എടി കഴുതേ, നിന്റെ തലയ്ക്ക് വെളിവില്ലേ? എന്റെ കൈ വേദനിക്കുന്നു. കൂടുതൽ വലിയ ആളൊന്നും ആവണ്ട. എന്നെ റൗഡി ബേബിന്ന് എന്തിനാ എല്ലാവരും വിളിക്കുന്നെന്ന് അറിയോ നിനക്ക്? എന്തിനാ? ദേഷ്യക്കാരനും പരമ മൂശാട്ടയും അഹങ്കാരിയായ വേദാന്ത് വസിഷ്ഠയെ ഒരു ലവർ ബോയ് ആയിട്ട് ചേഞ്ച് ചെയ്തത് ഈ ഞാനാ. അത് ഓർത്തോ? എന്റെ ലൈഫിന്റെ മാനേജറെ നീയല്ലേ? ആദ്യം വന്നപ്പോ നീ ഒരു ഡ്രാക്കുളയായിരുന്നു. പിന്നെ എനിക്ക് ഏഞ്ചൽ ആയിട്ട് മാറി. വേദാന്ത്, ലൈഫിന് ഇത്രയും കളേഴ്സ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് നീ എന്റെ ജീവിതത്തിലേക്ക് വന്ന ശേഷം. ആക്ച്വലി ഹാർട്ട് യൂസ് ചെയ്യുന്നത് ബ്ലഡ് പമ്പ് ചെയ്യാൻ മാത്രമെന്നാണ് ഞാൻ വിചാരിച്ചേ. പിന്നെ എനിക്ക് മനസ്സിലായേ അതുകൊണ്ട് വേറെയും കുറെ പരിപാടികൾ ഉണ്ടെന്ന്. സ്നേഹവും ഹൃദയവും തമ്മിൽ നല്ല ബന്ധമുണ്ട് അമൂല്യ. ഹാർട്ടിൽ ഫീലിങ്സ് ഡെവലപ്പ് ആവുമ്പോഴേ എന്റെ അടിവയറ്റിന്ന് ബട്ടർഫ്ലൈ വരാറുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ ഇതൊക്കെ മനസ്സിലാക്കിയതേ നിന്നോട് എനിക്ക് ക്രഷ് വന്നതിന് ശേഷം. നിന്നെ പ്രേമിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ഫീലിംഗ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം നീ അമൂല്യ. അതെ, നിനക്കിത് എന്താ പറ്റിയത്? നിനക്ക് കൊറോണയൊന്നും ഇല്ലല്ലോ അല്ലേ? പെട്ടെന്ന് ഇത് എന്താ പറ്റിയേ? എന്തെങ്കിലും സ്വീറ്റ് ആയിട്ട് സംസാരിക്കുന്നേ? നിന്നോട് അഹല്യയെ പറ്റി ഞാനെല്ലാം പറയണമായിരുന്നു. ഓഫ് കോഴ്സ് നമ്മുടെ സിദ്ധാർത്ഥോ ആദ്യം ആയിരിക്കുമല്ലേ നിന്നോട് ഇതൊക്കെ പറഞ്ഞേ. പക്ഷെ അത് ഞാൻ പറഞ്ഞു തന്നെ നീ അറിയണമായിരുന്നു. ആ ഒരു ഗിൽറ്റ് എനിക്കുണ്ട് അമൂല്യ. അവളുടെ കാര്യം നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ആ കാര്യം പറഞ്ഞ ഞാൻ വഴക്കുണ്ടാക്കുന്നു നീ ടെൻഷൻ അടിച്ചല്ലേ? എന്റെ മനസ്സിൽ ടെൻഷൻ ഉണ്ടെന്ന് നിനക്കെങ്ങനെ മനസ്സിലായേ? നീ പറയാതെ തന്നെ നിന്റെ മൗനത്തിന്റെ ഓരോ അർത്ഥങ്ങളും മനസ്സിലാവുന്ന ആളാ ഞാൻ. അങ്ങനെയുള്ള എനിക്ക് ഇതൊന്നും മനസ്സിലാവില്ലെന്ന് കരുതിയോ? ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നതിന്റെ അർത്ഥം എന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും എന്റെ മരണം വരെയും ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കും വേദാ. ഞാൻ ഒരുപാട് ലേറ്റായി, പക്ഷെ ഇപ്പോഴും ഞാൻ നിന്റെ കൂടെ തന്നെയല്ലേ ഉള്ളത്. പാസ്റ്റ് ഈസ് പാസ്റ്റ് വേദാന്ത്. ജീവിതത്തിൽ ഇങ്ങനെ പലരും വന്നു പോകുന്ന നീ കേട്ടിട്ടില്ലേ? ആ പറയുന്നതൊക്കെ സത്യം തന്നെ. പക്ഷെ പ്രണയം എന്ന് പറയുന്നത് മറ്റെല്ലാത്തിനേക്കാളും വലുതാ. ഈ ലോകത്തില് 3 മിസ്റ്ററി ഉണ്ടെന്നല്ലേ? ജനനവും മരണവും പിന്നെ പ്രണയവും. ഇത് 3ഉം പ്രതീക്ഷിക്കാത്ത സമയത്താ ഉണ്ടാവുന്നത്. അതുകൊണ്ട് മനസ്സിനെ കുഴപ്പിക്കാതിരിക്കണം. മാത്രമല്ല, മനസ്സ് കുഴയാതിരുന്നാലേ നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റൂ. ആ തീരുമാനത്തിൽ സത്യങ്ങൾ മാത്രമേ ഉണ്ടാവൂ. മനസ്സിന് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും. ബാക്കിയെല്ലാം നമ്മുടെ കണ്ണിന് മാത്രം ഇഷ്ടപ്പെടും, മനസ്സിന് ഇഷ്ടപ്പെടില്ല. ഈ ജീവിതത്തിൽ ഇനി നമ്മൾ എന്നും ഒരുമിച്ചായിരിക്കും. 2 പേരും ഒരുമിച്ച് നമ്മളെല്ലാം നേരിടും. ആക്ച്വലി നേരത്തെ നീ എന്നോട് ചോദിച്ചത് ഞാനിപ്പോ തിരിച്ച് നിന്നോട് ചോദിക്കാം. ഇത് നീ തന്നെയാണോ? നാളെ നമ്മുടെ എൻഗേജ്മെന്റാ. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ കല്യാണം കഴിയും. അത് കഴിഞ്ഞാ ഞാൻ മിസ്സിസ് വേദാന്ത് മേനോനാവും പോവാ. അത് കഴിഞ്ഞ നീ എന്നെ ബോസ് എന്ന് വേണം വിളിക്കാനായിട്ട്. ഇത്രയും നേരം സ്പിരിച്വൽ ആയിട്ട് സംസാരിച്ചിട്ടേ പെട്ടെന്ന് നീ എങ്ങനെ ഇത്രയും ലോക്കലായി പോയത്? പിന്നല്ലാതെ അങ്ങനെ വേണോ എപ്പോഴും ഇരിക്കാനായിട്ട്? നീ എന്നെ ബോസ് എന്ന് വിളിക്കുമല്ലോ അല്ലേ? ആബ്സല്യൂട്ട്ലി നോ വേ. ഞാൻ അങ്ങനെയൊന്നും വിളിക്കില്ല. ഞാൻ നിന്നെ ബോസ് എന്ന് വിളിക്കുന്നേ. ഞാനല്ലേടി നിന്റെ ബോസ്. നോക്ക്, ഓഫീസിൽ മാത്രം നീ എനിക്ക് ബോസ്, വീട്ടിലെ ബോസ് ഞാനായിരിക്കും.
എന്റെ ദൈവമേ, നാളെ ഞങ്ങളുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഡേയാ, ഞങ്ങളുടെ എൻഗേജ്മെന്റ്. അതും നീ കാണിച്ചു തന്ന ചെക്കന്റെ കൂടെ, ഞാൻ പ്രണയിച്ച ചെക്കനുമായിട്ട്. നീ എന്തായാലും വരണം. ഈ വേദാന്തമായിട്ടുള്ള പ്രണയം വീട്ടിലറിഞ്ഞു കഴിഞ്ഞപ്പോ നീ എന്നെ എന്തുമാത്രം സഹായിച്ചതാ. അവൻ എന്നോടുള്ള പ്രണയം പറയാൻ മാത്രം എത്ര നാളുകൾ എടുത്തുന്ന് നിനക്ക് അറിയാലോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു എന്ന് പറയാൻ അതിൽ ഒരുപാട് കൂടുതൽ സമയമെടുത്തു. അവസാനം എല്ലാം സന്തോഷത്തോടെ തീർത്തു തന്നില്ലേ. ഇനി പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ കല്യാണം ഉണ്ടാവും. അതിൽ ഒരു വിഘ്നങ്ങളും ഉണ്ടാവാതിരിക്കാൻ ഗണപതിയോട് നീ ഒന്ന് സംസാരിക്കണേ. എല്ലാം ഞാൻ നിന്നോട് തന്നെയല്ലേ പറയാറ്, അതുകൊണ്ട് ഇതും പറഞ്ഞു. ഒരുപാട് ആപ്ലിക്കേഷൻസ് തരുന്നതുകൊണ്ട് എന്നോട് ദേഷ്യം തോന്നല്ലേ. എനിക്കറിയാം നീ എന്ത് സംഭവിച്ചാലും എന്നെ കൈവിടില്ലെന്ന്. നിന്റെ ഭക്തരോട് നിനക്ക് നല്ല സ്നേഹമുണ്ടെന്ന് എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. ഞാൻ എല്ലാ ഭാരങ്ങളും നിന്റെ തലയിൽ ഏൽപ്പിക്കുന്നത് സ്വാമി. ജയ് ശ്രീറാം. ആ, ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിരിക്കാം. അത് പോയി മേടിച്ചിട്ട് വന്ന് സംസാരിക്കാവേ. ഞാൻ ഓടിപ്പോയിട്ട് വരാം. അമൂല്യ, എന്നെ കൈവയ്ക്കാൻ മാത്രം ധൈര്യം ഉണ്ടായല്ലേ നിനക്ക്? നാളെ നിങ്ങളുടെ എൻഗേജ്മെന്റ് ആണല്ലേ? എന്താ ഇത്? ഈ ചെയ്യുന്നതൊക്കെ തെറ്റല്ലേ? എന്റെ ഈ ലോകത്ത് ശത്രുക്കൾക്ക് തീരെ സ്പേസ് ഇല്ല മോളെ. ഏറ്റവും വലിയ വില്ലത്തി ഞാനല്ലേ. ഒരാവശ്യമില്ലാതെ അമൂല്യയും അവളുടെ കുടുംബക്കാരെയൊക്കെ എന്റെ ശത്രുക്കളാക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? കല്യാണ ഫോട്ടോയില് ഞാനും നീയും അല്ലേ ചിരിച്ചുകൊണ്ട് നിൽക്കേണ്ടേ? ഞാൻ നിന്നെ അത്രയും പ്രണയിക്കുന്നുണ്ടല്ലോ. അതും സെക്കൻഡ് ലൈഫില് നീയാണ് എന്റെ ഭർത്താവ് എന്ന രീതിയിലാ പ്രണയിക്കുന്നത്. നെക്സ്റ്റ് ലെവലിൽ നിന്ന് ഞാൻ പ്രേമിക്കല്ലേ ഹാൻസം? ഇന്നലെ കണ്ട ഏതോ ഒരു പെണ്ണ് വന്ന് ഹാർട്ട് തന്നെ ഹൈജാക്ക് ചെയ്യുന്ന രീതിയിൽ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ സീനിയർ അല്ലേ ഞാൻ? അപ്പൊ എന്റെ കാര്യമൊന്ന് പറഞ്ഞേ. നിങ്ങളുടെ ഈ ജോഡി ഒരുപാട് പേർക്ക് ഇഷ്ടമായിട്ടുണ്ടാകാം. എന്നാ അവരാരും നിന്നെ എന്നെ ഒരുമിച്ച് ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. അങ്ങനെ കണ്ട അതാണ് ബെസ്റ്റ് എന്ന് എല്ലാവരും പറയും. ചെക്കന്റെ പെണ്ണിന്റെ പേര് ചേർത്ത് ഒറ്റ പേരായിട്ട് വിളിക്കുന്നതൊക്കെ ഇപ്പൊ വന്ന ട്രെൻഡല്ലേ. പക്ഷേ വേദാലി എന്ന പേരിൽ ഞാൻ പച്ച കുത്തിയത് എത്ര നാളായെന്ന് പറഞ്ഞേ. ഞാൻ നേരത്തെ തന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മുന്നോട്ട് ഇനി എന്തൊക്കെ ചെയ്യും? നിന്നെ വെറുതെ വാശിപ്പുറത്തൊന്നും കയറി പ്രണയിച്ചവളല്ല ഞാൻ. നിന്റെ എല്ലാ സ്വഭാവവും എനിക്ക് ഒരുപാട് ഇഷ്ടമാ. എന്നെ പോലുള്ള ഒരാളെ ഉപേക്ഷിച്ച് അവളെ കല്യാണം കഴിക്കാന്ന് തീരുമാനിച്ചല്ലേ? നീ എന്നെ വഞ്ചിച്ചു എന്നതില് നിനക്ക് തീരെ വിഷമമില്ലല്ലേ വേദ്? ഇനിയും ഞാൻ എങ്ങനെയാ നിന്നെ പ്രണയിക്കേണ്ട വേദ്? എന്റെ പ്രണയം നിനക്ക് കുറച്ച് കൂടുതലായി തോന്നും, അത് എനിക്കും അറിയാം. പക്ഷെ ഞാനിതൊന്നും വേണമെന്ന് വെച്ച് ചെയ്യുന്നതല്ല. എന്റെ പ്രണയം നീ എങ്ങനെയെങ്കിലും മനസ്സിലാക്കണമെന്ന് വെച്ച് ചെയ്യുന്നതല്ലേ? നീ അതൊക്കെ ക്ഷമിക്ക്. ഇനി മുതൽ അങ്ങനെയൊന്നും ആയിരിക്കില്ല. ഞാനൊരു ബഹളം ഉണ്ടാക്കാതെ സമാധാനായിട്ടിരിക്കാം. പക്ഷേ എന്റെ പ്രണയത്തിൽ മാത്രം ഒരു കുറവും ഉണ്ടാവില്ല. കുറച്ച് കൂടുതലാവുമെങ്കിലേ ഉള്ളൂ. കോമയിലായിരുന്ന ഞാൻ നിന്റെ പേര് കേട്ടപ്പോ തന്നെ നോർമലായിട്ട് വന്നതല്ലേ? അപ്പൊ നിന്നെ കുറിച്ച് എന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ പോലും എത്രമാത്രം ആലോചിക്കുന്നുണ്ടെന്ന് നോക്ക്. അതൊന്ന് ചിന്തിച്ചു നോക്ക്. മുമ്പൊരിക്കൽ എനിക്ക് മറവി രോഗം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ നിന്നെ മാത്രം മറന്നിട്ടുണ്ടായിരുന്നില്ല വേദ്. അതെന്താണെന്നറിയോ? ഞാൻ ജനിച്ചത് തന്നെ നിനക്ക് വേണ്ടി മാത്രമാണ്. അമൂല്യ ചിലപ്പോ നല്ല കുട്ടിയായിരിക്കാം, പക്ഷെ ഞാനതിന് മോശക്കാരിയൊന്നും അല്ലല്ലോ. എനിക്ക് നിന്റെ കാശോ പേരോ പ്രശസ്തിയോ അങ്ങനെ ഒന്നും തന്നെ വേണമെന്നില്ല. അതിനുവേണ്ടിയല്ല ഞാൻ നിന്നെ ഇത്രയും നാള് പ്രണയിച്ചതും. എനിക്ക് ആകെ വേണ്ടത് നിന്നെയാണ്. നിന്നെ എനിക്ക് കിട്ടിയേ പറ്റൂ. ഞാൻ കോമയിലായിട്ട് പോലും എന്തുകൊണ്ടാ മരിക്കാത്തെന്നറിയോ? നിന്റെ പ്രണയം എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അത് കിട്ടുന്നത് വരെ ഞാൻ എങ്ങോട്ടും പോയില്ല. ഈ ഒരൊറ്റ കാര്യത്തിന്റെ പേരിൽ ഞാൻ ചിലപ്പോ ഭ്രാന്തിയായിരിക്കും. അൺകണ്ടീഷണൽ ലവ് ആണ്. അത് നിന്നോടായിപ്പോയി. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? മനസ്സിൽ എന്തെങ്കിലും ചെയ്ത് ഇവനെ വേണോ അവനെ വേണോന്നൊന്നും എനിക്ക് ചോദിക്കാൻ പറ്റുന്നില്ല. എന്റെ ഹൃദയം നിന്റെ പേരാ പറയുന്നത്. അപ്പൊ പ്രേമം വന്നു. ഒരാളെ സ്നേഹിച്ച അയാളുടെ കൂടെ തന്നെ ജീവിക്കുക എന്നുള്ളതാ എന്റെ പോളിസി. സോ
നാളെ നിങ്ങളുടെ എൻഗേജ്മെന്റ് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. സമ്മതിച്ചാ എല്ലാവർക്കും എന്റെ പ്രണയത്തില് സംശയം തോന്നില്ലേ വേദ്? ഇത്രയൊക്കെ ചെയ്തിട്ട് നിന്നെ പോലെ ഒരാളെ ഞാൻ വിട്ടുകളയുമെന്ന് വിചാരിച്ചോ? എനിക്കും ആവശ്യം പോലെ സ്വത്തുക്കളുണ്ട്. വേണമെങ്കിൽ അതൊക്കെ അമൂല്യക്ക് കൊടുക്കാൻ നീ ഒരു വാക്ക് പറഞ്ഞാ മതി. ഒരു സെക്കൻഡ് പോലും ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കില്ല. നിനക്ക് വേണ്ടി അവൾക്ക് ഞാൻ അതെല്ലാം എഴുതി കൊടുക്കും. എന്നാലും എനിക്ക് നിന്നെ വിട്ടുകൊടുക്കാൻ കഴിയില്ല. നിന്നെ ഞാൻ വിട്ടുകൊടുക്കുകയില്ല. ഓൾഡ് ഈസ് ഗോൾഡ്. വേദാല്യ. താങ്ക്സ് ടു ഓൾ. വേദാല്യ സ്റ്റാൻഡ്സ് ഫോർ ലോങ്. അഹല്യ വെഡ്സ് വേദാന്ത്. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലെ? പ്ലാനിൽ ഒരു ചെറിയ തെറ്റ് സംഭവിച്ചാലും ജീവിതത്തിൽ അത് വലിയ വ്യത്യാസം ഉണ്ടാക്കും. അവരെ എല്ലാവരെക്കാളും വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ആളാണ് ഞാൻ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ മൊബൈലിൽ 2 മെസ്സേജ് വരുന്നതായിരിക്കും. ആദ്യത്തെ മെസ്സേജ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിലും കൂടുതൽ എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി എന്നുള്ള മെസ്സേജ്. രണ്ടാമത്തേത് താങ്ക്സ്. എല്ലാം മനസ്സിലായല്ലോ? ഡോണ്ട് വറി. അമൂല്യക്ക് ഒന്നിനും കുറവുണ്ടാവില്ല. ഞാൻ അവളെ ഒന്നും ചെയ്യില്ല. എന്താന്ന് വെച്ചാ അവള് എന്നെ പോലെ തന്നെയല്ലേ. നിന്നെ സ്നേഹിക്കുന്ന പെൺകുട്ടിയാ അവള്. എനിക്ക് അവളോട് യാതൊരു ശത്രുതയില്ല. പക്ഷെ കോമ്പറ്റീഷൻ ഉണ്ടല്ലോ. ഐ ലവ് കോമ്പറ്റീഷൻസ്. പ്രണയം എന്ന് പറയുന്നത് വളരെ പവിത്രമാണ്. കിട്ടാത്ത പ്രണയം നമുക്കെന്നും വേദന തന്നെ ആയിരിക്കും. പക്ഷെ യുദ്ധം ചെയ്ത് നേടുന്ന പ്രണയം നമ്മൾ എന്നും സൂക്ഷിക്കും. See you soon. എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ കുട്ടിക്കളിയാണോ? വീട്ടിൽ തന്നെ വെച്ച് നടക്കുന്നതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിടന്ന് ഓടാതെ എല്ലാം എടുത്തങ്ങ് വെക്കാമായിരുന്നല്ലോ. എല്ലാം ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം. സഹായത്തിന് പോലും ഒന്നിനും കാണുന്നില്ല. ഹലോ, ആരാ? അച്ഛൻ ഞാനാ. മനസ്സിലായില്ലേ? അല്ല, കള്ളച്ചെറുക്കനെന്നാ സേവ് ചെയ്തിരിക്കുന്നത്. അതെനിക്ക് മനസ്സിലാവാഞ്ഞു. അച്ഛാ, അമൂല്യ എവിടെ പോയി? അവള് ടൈലറിന്റെ അടുത്തേക്ക് പോയിരിക്കുക. മൊബൈൽ ഓപ്പൺ പ്ലേസിലാണോ വെക്കുന്നത്? കഴുത. ഫോൺ കൊണ്ടുപോയി അവൾക്ക് എന്താ ഇത്ര പ്രശ്നം? പ്രവീ, ഒന്ന് പതുക്കെ വാ. നാളെ നിശ്ചയായിട്ടേ എനിക്കെന്തിനെ ആശുപത്രി കൊണ്ടൊക്കെ കിടത്തേണ്ടി വരും. എന്ത് കണ്ടാലും നിങ്ങൾക്കൊക്കെ തമാശയാ. സമയമില്ലാതെ ഞാൻ ഇവിടെ കിടന്ന് ഓടുക. അപ്പോഴാ എന്നെ നോക്കി കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അച്ഛാ, എന്താ പറ്റിയേ? ഓ, അതൊന്നും പറയണ്ട മോനെ. ഈ വീട്ടിലൊരു അത്യാവശ്യം എന്ന് പറഞ്ഞാ 1 മണിക്കൂർ എന്ന് പറഞ്ഞാ 10 മിനിറ്റിൽ കാര്യം തീരണം. അച്ഛൻ ഇത് എന്തൊക്കെയാ പറയുന്നേ? അത്ര സ്പീഡിലെ പ്രേമി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നാളെ എൻഗേജ്മെന്റ് അല്ലേ മോനെ? പ്രേമി അതുകൊണ്ട് ഇവിടെ നല്ല ബിസി ആയിട്ടിരിക്കുക. ഒന്നും വിട്ടുപോരുന്നുള്ള വാശിയില് എല്ലാം ഓടി നടന്ന് ചെയ്യുക. അതുകൊണ്ട് എന്റെ സമാധാനം പോയിരിക്കുക മോനെ. അച്ഛാ, നാളെ നടക്കാൻ പോകുന്ന എൻഗേജ്മെന്റിനെ പറ്റി നിങ്ങൾ രണ്ടാളും ടെൻഷൻ ആവേണ്ട ഒരു ആവശ്യമില്ല. എന്ത് തന്നെയായാലും അത് മാറ്റി വെക്കാനൊന്നും പോകുന്നില്ല. നിങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. ഇവിടെ എല്ലാ കാര്യങ്ങളും റെഡിയാണ്. ആ, ശരി മോനെ, ഞങ്ങൾ സമയത്തിനങ്ങ് എത്തിയേക്കാം. ശരി. അച്ഛൻ ഇനി വേറൊന്നും ആലോചിക്കണ്ട. സമാധാനമായിട്ട് അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കുക. ആ, ശരി മോനെ. ദേ വരുന്നു. ഇപ്പൊ എന്താ വേണ്ടത്? നാളെ അമ്മൂനെ മാത്രം മതിയെന്ന്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യേ. അമ്മൂനെ എടുത്ത് വലിയൊരു പാത്രത്തിലാക്കി അങ്ങ് അടച്ചു വയ്ക്കും. പോകുമ്പോ അത് കൊണ്ടുപോവല്ലോ. എന്താ പ്രമീ, ഒരു തമാശ പറഞ്ഞിട്ട് ചിരിക്കണില്ലേ? ഇപ്പൊ കുറച്ചു നാളായിട്ട് എന്റെ തമാശകളൊന്നും നിനക്കങ്ങോട്ട് ദഹിക്കണില്ല. എന്റെ വിഷമം എനിക്കല്ലേ അറിയൂ. നിങ്ങൾക്കെല്ലാം തമാശയാ. ഒരു കുഴപ്പമില്ലാത്ത മകളുടെ നിശ്ചയം അങ്ങോട്ട് നടക്കാൻ പോവാ. പിന്നെ നിനക്കെന്താ ഇത്ര പ്രശ്നം? അല്ല, നീ എന്തിനെ കുറിച്ച് ഓർത്ത് എത്ര ടെൻഷനാകുന്നേ? അതല്ല, വേദാന്ത് തന്ന മോതിരം കാണുന്നില്ല. ആ, അതാണോ? അത് അമ്മൂനറിയായിരിക്കുമല്ലോ. അവൾ അത് എവിടെയെങ്കിലും വച്ചിട്ടുണ്ടാവും.
അവള് വന്നിട്ട് ചോദ്യമൊക്കെ എടുത്തു തരും. നീ എന്തൊക്കെ പറഞ്ഞാലും അവൾ അങ്ങനെയൊന്നും കളയില്ല. സമാധാനായിട്ടിരിക്കുക. നിങ്ങൾ പറഞ്ഞത് ശരിയാ. അമ്മൂന് എന്തായാലും അറിയായിരിക്കും. അപ്പൊ പിന്നെ ടെൻഷൻ ആവണ്ട. മോതിരത്തിന്റെ കാര്യം ഓക്കെ, പക്ഷെ എന്റെ കോട്ട എവിടെയാ? അതിപ്പോ കാണുന്നില്ലല്ലോ. നിങ്ങളുടെ കോട്ടത്ര ചെറിയ സാധനമൊന്നുമല്ലല്ലോ. അവിടെ എങ്ങാനും കാണും, പോയി നോക്ക്. എല്ലാത്തിനും ഒരാൾ കൂട്ട് വേണം. എന്റെ ജീവിതത്തിൽ നീ തന്നെയാ സൂപ്പർ സ്റ്റാർ. ഇനി ആരെങ്കിലും വന്ന് ആകാശത്തിലെ അമ്പിളിയെ പിടിച്ചു തരാന്ന് പറഞ്ഞാലും ശരി, എനിക്ക് ചന്ദ്രനെ ഒന്നും വേണ്ട, എനിക്ക് എന്റെ വേദന തന്നാ മാത്രം മതിയെന്ന് ഞാൻ പറയും. എന്റെ ഇമാജിനേഷൻ എത്ര റിയൽ ആണെന്ന് നോക്കി. സ്വപ്നം കാണുന്നതൊക്കെ സത്യമാവുന്നത് കണ്ടില്ലേ? എനിക്ക് ഈ വേദിനോടാ പ്രണയം. എത്ര നന്നായിട്ട് നീ എന്നെ നോക്കി ചിരിക്കുന്നത്. എത്ര നല്ല ഡ്രസ്സിംഗാ നിന്റെ. ഹെയർ സ്റ്റൈലൊക്കെ എന്തൊരു രസം. നിന്നെ ഇങ്ങനെ തന്നെ ഹഗ് ചെയ്ത് കിസ് ചെയ്യാൻ എനിക്ക് തോന്നുന്നത്. പക്ഷേ അതൊക്കെ എന്റെ റിയൽ വേദിനോടെ ചെയ്യണ്ട, ഇമാജിനേഷനിലുള്ള വേദിനോടല്ല. നമ്മുടെ കല്യാണത്തിന് വേദാലിയുടെ കല്യാണം എന്ന് നമുക്ക് പേരിട്ടാലോ? നിന്നോട് എനിക്ക് എത്ര സ്നേഹമുണ്ടെന്ന് നിനക്കറിയോ? നിന്നെ കുറിച്ച് ആലോചിക്കുമ്പോ തന്നെ അടുത്ത 100 ജന്മങ്ങളിൽ നീ തന്നെ എന്റെ ഭർത്താവായിട്ട് വരണമെന്നാ. ഇനി എത്ര ഞാൻ കാത്തിരിക്കേണ്ടി വരും? ഒരു ചെക്കന്റെ പുറകെ ഒരു പെണ്ണിങ്ങനെ നടക്കുന്നത് അത്ര ശരിയല്ല. അതുകൊണ്ട് നീ വേഗം ഒരു യെസ് പറയും. നമുക്ക് പെട്ടെന്ന് കല്യാണം കഴിക്കാം. കണക്കിന് കോസ്റ്റ്യൂം നോക്കി ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒന്നും നല്ലതല്ല. എന്റെ കല്യാണ സമയത്ത് എന്റെ ആരുടെയും കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് ഹെയറും ലുക്സും ഒന്നും ഞാൻ നോക്കിയിട്ടേ ഇല്ല. പക്ഷെ ഇപ്പോ ചേട്ടന്റെ എൻഗേജ്മെന്റാ. അതെങ്ങനെ നടക്കാൻ വേണ്ടി ഞാൻ വേറെ ഓപ്ഷൻ ഒന്നുമില്ലെങ്കിൽ സ്വിമ്മിംഗ് ഷോർട്സ് ഇട്ടിട്ടാണെങ്കിലും ഞാൻ പോവും. അയ്യോ എന്റെ വിക്കി, അങ്ങനെയൊന്നും വെറുതെ പോലും പറയല്ലേ. അവസാനം ഒന്നും കിട്ടിയില്ലെങ്കിൽ അത് തന്നെ ഇട്ടിട്ട് പോകേണ്ടി വരും. നാളെ നടക്കാൻ പോകുന്നത് എൻഗേജ്മെന്റാ. അത് വിക്കിയുടെ അല്ല, വിക്കിയുടെ ഏട്ടന്റെയാ. കല്യാണത്തിനേക്കാളും ഗ്രാൻഡ് ആയിട്ട് റെഡി ആയേ പറ്റൂ. ഇപ്പൊ തന്നെ നമ്മുടെ കല്യാണത്തിന് കിട്ടിയ ഗിഫ്റ്റുകളില് എത്ര എണ്ണ യൂസ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നെ, അതിലൊന്നും എടുക്കാലോ. ആരതി, നിനക്കാണത് വേറൊരു എൻഗേജ്മെന്റ്. പക്ഷെ എനിക്കിത് എന്റെ ചേട്ടന്റെ കല്യാണം പോലെയാ തോന്നുന്നേ. ഈ ഒരു ദിവസത്തിന് വേണ്ടിട്ട് ഞാൻ എത്ര നാളായിട്ട് കാത്തിരിക്കാൻ നിനക്കറിയോ? ഇത് ഞാൻ വിക്കിയുടെ അടുത്തുനിന്ന് എത്ര നാളായിട്ട് കേൾക്കുന്നതാ. ഇത് എന്നെ എപ്പോഴും പറഞ്ഞോണ്ടിരിക്ക. വേദാന്തേട്ടന്റെയും അമ്മുവിന്റെയും കല്യാണത്തിന്റെ കാര്യത്തില് എന്തിനാ വിക്കി ഇത്രയും എക്സൈറ്റഡ് ആവുന്നത്? ഇതിന് എക്സൈറ്റഡ് ആയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ എക്സൈറ്റഡ് ആവേണ്ടത്? കല്യാണം എന്നുള്ള വാക്ക് പോലെ അവന് ദേഷ്യമായിരുന്നു. പെൺകുട്ടികളുടെ മുഖത്ത് അവൻ നോക്കാറ് പോലില്ലായിരുന്നു. എനിക്ക് എന്റെ ചേട്ടന്റെ കല്യാണം കാണണമെന്നും അവൻ സന്തോഷമായിട്ട് ജീവിക്കണമെന്നും അവന്റെ കുട്ടികളെ കളിപ്പിക്കണം എന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം സാധിക്കാതെ മരിക്കേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പോ റൗഡി കൊച്ചായിട്ട് കാര്യങ്ങൾ കല്യാണം വരെ എത്തി നിൽക്കുകയല്ലേ. ഇതിലും വലിയ സന്തോഷം വേണോ എനിക്ക് എക്സൈറ്റഡ് ആവാൻ? ഇപ്പൊ എനിക്ക് മനസ്സിലായി വിക്കി, അവരുടെ കല്യാണം നടക്കുന്നത് കൊണ്ട് എനിക്ക് ശരിക്കും നല്ല സന്തോഷമുണ്ട്. വളരെ നല്ല ജോഡി അവര്. പക്ഷെ എന്റെ സന്തോഷത്തിന് വേറെ പല കാരണങ്ങൾ കൂടിയുണ്ട്. റൗഡി കൊച്ചി കുടുംബത്തിലെ മരുമകളായി വരുമ്പോ നിങ്ങൾ എല്ലാ കാരണവും മനസ്സിലാക്കും. ഈ വീട്ടില് നമ്മൾ ആരാണെന്നും നമ്മൾക്കുള്ളവരാരാണെന്നൊക്കെ. അമ്മയെന്ന് പറഞ്ഞ സ്നേഹം നടിച്ച് മക്കളെ നശിപ്പിക്കാൻ ഒരാൾ നടക്കുന്നു. അവരുടെ ശരിക്കുള്ള ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിയേ പറ്റൂ. മദർ ഇന്ത്യയുടെ മനസ്സിലെന്താണെന്ന് അറിയണമെങ്കിൽ റൗഡി കൊച്ചി വീട്ടിലേക്ക് വന്നു കയറിയേ പറ്റൂ.